തോമസ് ടീച്ചറ് 80% മാർക്ക് നേടിയവരെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദരിക്കുന്ന പേരുകൾ വിളിക്കുമ്പോൾ ദയവായി ഈ സ്റ്റേജിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാറ്റഗറി എഫ് വിഭാഗം ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത് മേഴ്സി സേവ്യർ ഐക്യ. പ്രതിഭയുടെ ഉപഹാരം കൊടുക്കുന്നതിന് വേണ്ടി ശാന്തിനിലയം സുപ്പീരിയർ മദർ സിസ്റ്റർ ഷാലിനി SDA ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാറ്റഗറി എഫ് വിഭാഗം സെക്കൻഡ് പ്രൈസ് മേരി തോമസ്. കാറ്റഗറി ഈ വിഭാഗം ഫസ്റ്റ് പ്രൈസ് ലില്ലി മോൾസൺ നെല്ലശ്ശേരി. കാറ്റഗറി ഈ വിഭാഗം ഫസ്റ്റ് പ്രൈസ് ഇന്ദ ഷാജു കൊടിയ. അടുത്തതായി അമ്പലക്കാട് ഫോർമ തലത്തിൽ മത്സരം നടത്തിയ വചനം തിരുവചന മത്സരത്തിൽ വിജയികളായവർ കാറ്റഗറി ജി വിഭാഗം ഫസ്റ്റ് റാങ്ക് മേരി പൗലോസ് പുല്ലക്കാട്ടുപുറത്തിൽ. രൂപതയിലെ ആദരവിനോടൊപ്പം തന്നെ ഇടവകളിലുള്ള ആദരവും നമ്മൾ ഈ അവസരത്തിൽ നൽകുകയാണ്. രൂപതയിലെ ആദരവിനോടൊപ്പം തന്നെ ഇടവകളിലുള്ള ആദരവും ഈ അവസരത്തിൽ നൽകുകയാണ്. കാറ്റഗറി ഈ വിഭാഗം ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത് ഇന്ദ ഷാജു കുടിയൻ. രൂപതയിലെ ആദരവോടൊപ്പം തന്നെ ഇടവ തലത്തിലുള്ള ആദരവ് ഈ അവസരത്തിൽ ഒരുമിച്ച് കൈമാറുകയാണ്. എല്ലാവർക്കും അറിയാം, ഇടവചനത്തില് മുഴുവൻ എല്ലാവർക്കും അറിയാം, വചനം തിരുവചനത്തിലെ ഒരു വലിയ ഒരു മഹത്തായ ഒരു വ്യക്തിത്വമാണ് ശ്രീമതി മേരി പൗലോസ് എന്നറിയാം. മേരി പൗലോസ് നമുക്ക് വേണ്ടിയിട്ട് വചനങ്ങളിലൂടെ പങ്കുവയ്ക്കാം. എല്ലാവർക്കും എന്റെ വിനീതമായ തോന്നുന്നു. എല്ലാവരും കളികളൊക്കെ കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് ഒരു 4-5 വചനം പറയാമെന്ന് വെച്ചിട്ടാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട് വചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന്. അപ്പൊ എനിക്കറിയാവുന്ന വചനങ്ങൾ ഞാൻ ഇവിടെ പറയാൻ പോവാണ്. ഞാൻ സ്ത്രീ എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വചനങ്ങളാണ് ഞാൻ പറയുന്നത്. അധ്യായം 1:1. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1:9. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. 3:13. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതേപോലെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. 4:34. യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. 6:47. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. 6:56. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. 8:12. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഭവിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. 8:51. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. 10:11. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനർപ്പിക്കുന്നു.
11:25 യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. 12:24 സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേ വിടിയിരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. 12:36 നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാകേണ്ടതിന് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുന്നു. 13:14 നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. 13:14 സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല, അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല. 14:6 യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. 15:1 ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടെ നിന്ന് നീക്കിക്കളയുന്നു. 15:9 എന്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും. 15:12 ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. താങ്ക്സ്.